ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്നത്തേത് ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ സെറ്റിംഗ് വീഡിയോ ആണ്. കസ്റ്റമർ നമുക്ക് എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് എത്തിച്ച് തന്നിട്ടുണ്ട്. ഒരു വെള്ളിയാഴ്ച ദിവസമാണ് കസ്റ്റമർ നമ്മളോട് വിളിച്ചിട്ട് ചോദിച്ചത് ഞായറാഴ്ചത്തേക്ക് ഒരു എൻഗേജ്മെൻറ്റിനുള്ള ഹാമ്പർ സെറ്റ് ചെയ്ത് തരുമോ എന്നുള്ളത്. സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ ഓർഡർ എടുക്കണോ വേണ്ടോ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് അവർ നമ്മളോട് പറഞ്ഞത് സാധനങ്ങളെല്ലാം ഞങ്ങൾ എത്തിച്ചേരാം, നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് തന്നാൽ മാത്രം മതി. അപ്പോൾ പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല, ആ ഒരു വർക്ക് അങ്ങോട്ട് ഏറ്റെടുത്തു. ഫസ്റ്റ് തന്നെ ചെയ്തത് ഡ്രസ്സിൻ്റെ ഹാമ്പറാണ് കേട്ടോ. ഒരു ജീൻസിൻ്റെ സ്കേർട്ടും ടോപ്പും ഹിജാബ് ചെയ്യാനുള്ളൊരു ഷോളും ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. സ്കേർട്ട് നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ അത് മടക്കി വെച്ചിട്ട് നല്ലപോലെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ടോപ്പും ഷോളും നല്ല രീതിയിലൊന്നും നിൽക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് പാക്ക് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുകളിൽ തന്നെ ഒരു ഷൂവും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എൻഗേജ്മെൻറ്റ് ഹാമ്പറിൽ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സിൻ്റെ ഹാമ്പർ ചെയ്യുന്നതാണ് കേട്ടോ. 2 3 സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരുമിച്ച് നെറ്റ് വെച്ചിട്ട് കെട്ടാമെന്ന് വിചാരിച്ചിട്ട് ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചോക്ലേറ്റ് ഹാമ്പറുകൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കസ്റ്റമർ നമുക്ക് വുഡിൻ്റെ ഹാമ്പറും മെറ്റലിൻ്റെ ഹാമ്പറും തന്നിട്ടുണ്ട്. അപ്പോൾ അടിഭാഗത്ത് ലൂസ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത ശേഷം മുകളിൽ ബാർ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലൂസ് ചോക്ലേറ്റ് 3 ഫ്ലേവറിലുള്ളതുണ്ട്, അത് 3ഉം മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 3ാമത്തെ ഫ്ലേവർ ഇതിലേക്ക് ഇടാനുള്ള സ്പേസ് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഒരു തെർമോക്കോളിൻ്റെ ഷീറ്റും കൂടെ മുകളിൽ വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ ബാർ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒട്ടിച്ച് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം ജസ്റ്റ് ബാർ ചോക്ലേറ്റുകളൊക്കെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ, എങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് എന്നുള്ളത്. പിന്നെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പറിച്ചെടുത്ത് ലെവലാക്കി ഒട്ടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് നമ്മൾ ബാർ ചോക്ലേറ്റ് ഒട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇളകി പോരൊന്നുമില്ല കേട്ടോ, നമുക്ക് ധൈര്യമായിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബോക്സിലേക്ക് ഞാൻ ഗാലക്സിയും കിറ്റ്കാറ്റും ആണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സിലേക്ക് ഗാലക്സിയും കിറ്റ്കാറ്റും ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഡയറക്റ്റായിട്ട് ഞാൻ ഗാലക്സിയും കിറ്റ്കാറ്റും വെച്ച് കറക്റ്റ് ആയതല്ല കേട്ടോ. ആദ്യം തന്നെ ഞാൻ എല്ലാ ഹാമ്പറിലേക്കും ഏതൊക്കെ കറക്റ്റായിട്ട് സെറ്റായി നിൽക്കുന്നുണ്ട് എന്നൊക്കെ നോക്കിയ ശേഷമാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ചുറ്റിലും ഇതേപോലെ ഒന്ന് ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലീൻ ഫിലിം വെച്ചിട്ട് റാപ്പ് ചെയ്യുന്നതിനേക്കാൾ എനിക്കൊന്നുകൂടെ വൃത്തിയായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ട് ചുറ്റിലും ഡബിൾ സൈഡ് ടാപ്പൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. ഇതാകുമ്പോൾ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും, നല്ലൊരു വൃത്തിക്ക് കിട്ടുകയും ചെയ്യും. വൈറ്റ്, മെറൂണ്, ഗോൾഡ് ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ആദ്യം വൈറ്റ് നെറ്റ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലൂടെ മെറൂൺ കളർ നെറ്റിൽ ഇതേപോലെ തന്നെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ റബ്ബർ ബാൻഡ് മാത്രം ഇട്ടതുകൊണ്ട് അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കില്ല, ജസ്റ്റ് ഒരു നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുകയും കൂടി വേണം. എന്നിട്ട് ആ സെയിം കളർ ഫ്ലവർ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഡ്രസ് ഹാമ്പറും ഞാൻ നെറ്റ് വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള മെറ്റലിൻ്റെ ബോക്സിലാണ്. അടിഭാഗത്ത് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ലൂസ് ചോക്ലേറ്റുകൾ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് 3 ഫ്ലേവറിലുള്ള ലൂസ് ചോക്ലേറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ബാർ ചോക്ലേറ്റ് വെച്ച് കൊടുക്കാനായിട്ട് ഞാനൊരു തെർമോക്കോളിൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇതിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാർ ചോക്ലേറ്റ് വെക്കാനുള്ള ആ ഒരു സ്പേസ് ഉണ്ടാകില്ല. കാരണം ആ ഒരു തെർമോക്കോൾ ഷീറ്റ് നല്ല കട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു ബോക്സ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഒന്നും വെക്കാതെ ഈ ഒരു ലൂസ് ചോക്ലേറ്റിന് മുകളിൽ ബാർ ചോക്ലേറ്റ് വെച്ച് കൊടുത്താൽ ചെയ്യുന്ന വർക്കിനൊരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ. അതിപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ ഒരു തെർമോക്കോൾ ഷീറ്റിൻ്റെ സ്പേസിലേക്ക് കുറച്ചുകൂടെ ലൂസ് ചോക്ലേറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കട്ടിയുള്ള പേപ്പർ ഈ ഒരു ബോക്സിൻ്റെ കറക്റ്റ് സൈസിൽ വെട്ടിയെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ഹാമ്പർ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ജസ്റ്റ് ബാർ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് വെച്ച് നോക്കിയ ശേഷമാണ് കേട്ടോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം പല ബാർ ചോക്ലേറ്റുകളും പല സൈസിലുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് കറക്റ്റായിട്ട് നിൽക്കുന്നത് ഏതൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ടാണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലും ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്ത ശേഷം ഹാൻഡിൽ പൊക്കി വെച്ചിട്ട് നെറ്റൊക്കെ വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതിൽ ഞാൻ ആദ്യം മെറൂൺ കളർ നെറ്റ് വെച്ച് കെട്ടിയ ശേഷം മുകളിലാണ് വൈറ്റ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുന്നത്. ആദ്യം കെട്ടിക്കൊടുക്കുന്ന നെറ്റ് കുറച്ച് കൂടുതൽ വേണ്ടി വരും. അപ്പം വൈറ്റാണ് ഇപ്പോൾ കയ്യിൽ കുറവുള്ളത്. അപ്പോൾ ആദ്യം ഈ ഒരു മെറൂണ് കെട്ടിക്കൊടുത്ത ശേഷം അതിന് മുകളിൽ വൈറ്റ് വെച്ച് കൊടുക്കും. എന്നിട്ട് റബ്ബർ ബാൻഡ് മാത്രമല്ല കേട്ടോ, ഈ ഒരു വൈറ്റ് റിബണും കൂടെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ എല്ലാ ഹാമ്പറും സെറ്റ് ചെയ്യുന്നത് എനിക്ക് കറക്റ്റായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്നാലും എന്നെ പറ്റുന്ന പോലെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഇതും അതേപോലെ തന്നെയുള്ളൊരു മെറ്റലിൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള ഹാമ്പറാണ് കേട്ടോ. പക്ഷേ അതിനേക്കാളും കുറച്ച് ചെറുതാണ്. ഇതിൻ്റെ മുകളിലും ഈ ഒരു കട്ടിയുള്ള പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാർ ചോക്ലേറ്റുകൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഡബിൾ സൈഡ് ടാപ്പ് അടിയിൽ ഒട്ടിച്ചു കൊടുത്ത ശേഷമാണ് കേട്ടോ ഞാൻ ഈ ബാർ ചോക്ലേറ്റുകൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചുറ്റിലും ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുത്ത ശേഷം ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഈ ഒരു ബാസ്ക്കറ്റിലാണ് കേട്ടോ ചോക്ലേറ്റ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അടിയിൽ ലൂസ് ചോക്ലേറ്റ് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു കട്ടിയുള്ള പേപ്പർ ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇത് അതുപോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ലൂസ് ചോക്ലേറ്റിന് മുകളിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇനി ബാർ ചോക്ലേറ്റ് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു ഷേപ്പിലുള്ള ബാസ്ക്കറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. സ്ക്വയർ ഷേപ്പ് ചെയ്യുന്ന പോലെ അല്ല കേട്ടോ, ഓവൽ ഷേപ്പും റൗണ്ട് ഷേപ്പൊക്കെ ചെയ്യാൻ ചോക്ലേറ്റിനെ ഇങ്ങനെ പിടിച്ച് നിർത്താൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലും ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഹാൻഡിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ശരിക്കൊരു വൃത്തിക്ക് ഒട്ടിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. ആദ്യം ഞാനിത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നെറ്റ് കെട്ടിക്കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ വലിയ ഭംഗിയുള്ളതായിട്ട് തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തു കൊടുത്തു. നേരത്തെ ഒരു ഹാമ്പർ നെറ്റ് കെട്ടാതെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് കെട്ടിക്കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടൊരു മെറ്റൽ വയറിൻ്റെ ബോക്സാണ് ചെയ്യാനുള്ളത്. അതും ഇതേ രീതിയിൽ തന്നെ അടിയിൽ ലൂസ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത ശേഷം മുകളിൽ ബാർ ചോക്ലേറ്റും വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ കസ്റ്റമർ പറഞ്ഞ അത്ര ചോക്ലേറ്റ് ഹാമ്പർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇനിയും കുറച്ച് ബാർ ചോക്ലേറ്റുകളും ലൂസ് ചോക്ലേറ്റുകളും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് വിളിച്ചിട്ട് ചോദിച്ചു, എൻ്റേതായിട്ടുള്ള ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ 2 ഹാമ്പറും കൂടെ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഡയറി മിൽക്കിൻ്റെ ടയർ. സാധാരണ ഇതുപോലുള്ള ചോക്ലേറ്റിൻ്റെ ടവറുകളൊക്കെ ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗം ഗോൾഡൻ കളർ അല്ലെങ്കിൽ സിൽവർ കളറിലൊക്കെ ഉള്ള ചോക്ലേറ്റിൻ്റെ ബോൾസുകളാണ് ഞാൻ വെച്ച് കൊടുക്കാറുള്ളത്. ഇതിപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ഐഡിയ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ഞാൻ ഫ്ലവർ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് റൗണ്ട് ചെയ്ത് വരാൻ ഡയറി മിൽക്ക് കുറവായതുകൊണ്ട് തന്നെ ക്രിസ്പെല്ലാം കൂടെ വെച്ച് കണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റിലും ഒരു വൈറ്റ് റിബൺ ഇത് അതുപോലെ അങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ബാക്കിയുള്ള ഫ്ലവറൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ലൂസ് ചോക്ലേറ്റുകളെല്ലാം എന്താ ഈ ഒരു ബോക്സിലേക്ക് ഇട്ടിട്ട് ഒരു സാറ്റിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ജപ്പാൻ സ്റ്റൈലിലൊന്ന് റാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാനിത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു മെറൂൺ കളറിലുള്ള ക്ലോത്ത് വെച്ചിട്ട് ഈ ഒരു സ്റ്റൈൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്രയ്ക്കൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നിയപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് രാത്രി സമയമാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് ഷോപ്പിലേക്ക് വിട്ടിട്ട് ഈ ഒരു ഓഫ് വൈറ്റ് കളർ ക്ലോത്ത് വാങ്ങിപ്പിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു റാപ്പ് ചെയ്യുന്നത്. ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബോൾ പിൻ ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. സാറ്റിൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴിഞ്ഞു പോരും. പക്ഷേ ഇതുപോലെ വൃത്തിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഫ്ലവറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഹാമ്പറും നട്ട്സിൻ്റെ ഹാമ്പറുമാണ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ബൊക്ക റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് തീരെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഹാമ്പറിന് ആദ്യം തന്നെ ഹാൻഡിൽ ഇല്ലായിരുന്നു. അതേപോലെ തന്നെ നട്ട്സിൻ്റെ ഹാൻഡിലും ഞാൻ ഒഴിവാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് മുകൾ ഭാഗം കവർ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായാൽ തന്നെ അതിലേക്ക് ഉറുമ്പൊക്കെ പെട്ടെന്ന് കയറി വരും. അപ്പോൾ ഇതിന് ഹാൻഡിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കവർ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇതേപോലെ തന്നെ നട്ട്സിൻ്റെ ഹാൻഡിലും ഞാൻ എടുത്ത് കളഞ്ഞതാണ്. അതിൻ്റെ ആ ഒരു ഹോളിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അടച്ചു കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് തുടച്ചു കൊടുത്ത ശേഷമാണ് കേട്ടോ ഇതിലേക്ക് നട്ട്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്.
ഇതിൻ്റെ ഈ ഒരു കള്ളിയിലേക്ക് ജെംസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൽ നെറ്റ് വെച്ച് കൊടുക്കുന്നതിന് പകരമായിട്ട് റിബണാണ് കെട്ടി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതെല്ലാം കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി 2 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ കസ്റ്റമറെ വിളിച്ചിട്ട് ഇത് കൊടുത്തയക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ രാത്രി ഉറങ്ങാൻ കിടന്നത്. രാവിലെ ഞാൻ കസ്റ്റമർക്ക് ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് റെഡി ആയിട്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആ ഒരു വൈറ്റ് ബോക്സ് മാറ്റിയിട്ട് മെറൂൺ കളറിലുള്ള ബോക്സ് ചെയ്യണം, ഞങ്ങൾ റെഫറൻസ് അയച്ചു തന്നത് അങ്ങനെയല്ലായിരുന്നു എന്ന്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, തെറ്റ് എൻ്റെ ഭാഗത്തായിരുന്നു. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് പറയട്ടോ, നിങ്ങൾക്ക് വൈറ്റ് ബോക്സ് ആണോ മെറൂൺ കളറിലുള്ള ബോക്സ് ആണോ ഇഷ്ടമായതെന്ന്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.